ഒരു ദിവസത്തെ സുൽത്താൻ എന്നതാണ് പാക് പ്രധാനമന്ത്രിമാരുടെ ഒരു രീതി. തങ്ങൾ അധികാരത്തിലുള്ളപ്പോൾ അഴിമതി കാണിക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, അധികാരത്തിൽ നിന്ന് പുറത്തായ ശേഷം ജയിലിലടയ്ക്കപ്പെടും, നാടുകടത്തപ്പെടും, കഴുമരത്തിലേറ്റപ്പെടും, അല്ലെങ്കിൽ ബോംബ് സ്ഫോടനത്തിൽ മരിക്കും. ഇതാണ് പൊതുവായ രീതി. മുൻ പ്രധാനമന്ത്രിയും മുൻ ക്രിക്കറ്റ് കളിക്കാരനുമായ ഇമ്രാൻഖാൻ തൻ്റെ സ്ഥാനത്ത് നിന്ന് എങ്ങനെ നീക്കം ചെയ്യപ്പെട്ടു എന്നതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. കുപ്രസിദ്ധമായ സൈഫർ ഇൻസിഡന്റ് അല്ലെങ്കിൽ ലെറ്റർ ഗേറ്റ് സ്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണ് ഇവിടെ. നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇമ്രാൻഖാൻ മുന്നത്തെ പാകിസ്ഥാനി ലീഡേഴ്സിനെ പോലെ ആയിരുന്നില്ല, കുറച്ച് വ്യത്യസ്തനായിരുന്നു. സാധാരണഗതിയിൽ പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു സൂപ്പർ പവറിന്റെ ഓരം ചേർന്ന് നിൽക്കാറാണ് പതിവ്. പ്രോ USA ആയിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം കുറെ കാലം. അതിനുശേഷം USA ഇന്ത്യയുമായി അടുക്കുന്നു എന്ന് കണ്ടതോടുകൂടി പ്രോ ചൈനയായി. ചൈനയും USAയും തമ്മിൽ ഉണ്ടായ ബന്ധത്തിന് പാലമായത് പാകിസ്ഥാനായിരുന്നു എന്നുകൂടെ ഇവിടെ ഓർക്കുക. ഇമ്രാൻഖാന് ഒരു ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസിയിലായിരുന്നു താല്പര്യം. ഇന്ത്യയെ പോലെ എവിടെയും പ്രോ റഷ്യ, പ്രോ ചൈന അല്ലെങ്കിൽ പ്രോ USA ആവാത്ത ഒരു ഫോറിൻ പോളിസി, അതായിരുന്നു ഇമ്രാൻഖാൻ താല്പര്യപ്പെട്ടിരുന്നത്. 2019 ഡൊണാൾഡ് ട്രംപുമായി ഇമ്രാൻഖാൻ നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു. അവിടെ അദ്ദേഹം 2 തവണ വൈറ്റ് ഹൗസ് സന്ദർശിക്കുകയുണ്ടായി. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ കാണാം. എന്നാൽ ജോ ബൈഡൻ വരുന്നതോടുകൂടി കാര്യങ്ങൾ ആകെ മാറി മറിയുകയാണ്. പാകിസ്ഥാൻ മണ്ണ് താലിബാന് എതിരെയുള്ള ഓപ്പറേഷന് വേണം എന്ന് ആവശ്യപ്പെടുന്ന ജോ ബൈഡനോട് സാധ്യമല്ല എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ഇമ്രാൻഖാൻ പറയുന്നത്. അതോടുകൂടി ആദ്യത്തെ ഫ്രിക്ഷൻ തുടങ്ങി. എന്നാൽ ഇത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മാത്രം അഭിപ്രായമാണ്. ആർമിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്ന് USA മനസ്സിലാക്കുകയാണ്. അതിനുശേഷം രണ്ടാമത്തെ പ്രശ്നമുണ്ടാകുന്നത് ഫെബ്രുവരി 24, 2022 ഉക്രൈൻ റഷ്യ യുദ്ധത്തിനിടെയാണ്. ഉക്രൈനെ റഷ്യ ആക്രമിക്കുന്ന ദിവസം പാക് പ്രധാനമന്ത്രി മോസ്കോയിൽ റഷ്യനും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. ഇത് ഒരു പ്രോ റഷ്യ ചായ്വായി വിലയിരുത്തപ്പെട്ടു. എന്നാൽ തിരികെ വന്ന ശേഷം പാകിസ്ഥാനോട് ഒരു ആന്റി റഷ്യ സ്റ്റാൻസ് എടുക്കാൻ ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ അത് നിരാകരിക്കുക മാത്രമല്ല, UN-ൽ വോട്ടെടുപ്പിൽ നിന്ന് ഒരു ആന്റി റഷ്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനും കൂടി പാകിസ്ഥാൻ ശ്രദ്ധിച്ചു എന്ന് വേണം കാണാൻ. ഒരാഴ്ച മുന്നേ തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജെയ്ക്ക് സള്ളിവൻ ഇമ്രാൻഖാനോട് അവിടേക്ക് പോകരുത് എന്ന് ആവശ്യപ്പെട്ടതായിരുന്നു. ഇതിനെ നിരാകരിച്ചു കൊണ്ടുമാണ് ഇമ്രാൻഖാൻ അവിടെ പോയത് എന്ന് ഓർക്കുക. ഇത് കൃത്യമായും ഒരു പ്രോ റഷ്യ ചായ്വായി അമേരിക്കയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. മാർച്ച് 7, 2022 പാക് അംബാസിഡർ ആസാദ് മജീദ് ഖാൻ ഡൊണാൾഡ് യുവിനെ കണ്ടപ്പോൾ, സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യൻ അഫയേഴ്സിന്റെ കാര്യങ്ങൾ നടത്തുന്ന ആളായിരുന്നു ഡൊണാൾഡ് യു. ആസാദ് മജീദ് ഖാൻ അവിടെ പാക് അംബാസിഡർ ആയിരുന്നു. ഒരു നോൺ കോൺഫിഡൻസ് മോഷനിലൂടെ പാക് പ്രധാനമന്ത്രി മാറുകയാണെങ്കിൽ തങ്ങൾക്ക് കുഴപ്പമില്ലെന്നും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നും USA പാകിസ്ഥാനെ അറിയിക്കുകയാണ്. ഇത് ഒരു സൈഫറായി അല്ലെങ്കിൽ ഒരു സീക്രട്ട് മെസ്സേജായി പാക് അംബാസിഡർ, പ്രൈം മിനിസ്റ്റർ ഓഫീസ്, ISI, സെനറ്റ്, ആർമി ചീഫ്, ഹെഡ് ഓഫ് SSP എന്നിവർക്ക് അയക്കുകയാണ്. മാർച്ച് 27 ഇമ്രാൻഖാൻ ഇത് പബ്ലിക്കായി ഒരു റാലിയിൽ തന്നെ അട്ടിമറിക്കാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നുവെന്നും അതിന് ആർമിയിലെ ഒരു വിഭാഗം, ഷാബാസ് ഷെറീഫ്, ആസിഫ് അലി എന്നിവർ ചേർന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. പാക് കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടുന്നു എന്നത് ആന്റി ഡെമോക്രാറ്റിക് ആണ്. ബൈഡൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നും അദ്ദേഹം ചോദിച്ചു. പാകിസ്ഥാന്റെ കാര്യത്തിൽ പാക് ഗവൺമെന്റ് പ്രോ അമേരിക്ക ആയിരുന്നാലും ജനങ്ങൾ ആന്റി അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ആന്റി അമേരിക്കൻ സെന്റിമെന്റ് ക്യാപിറ്റലൈസ് ചെയ്യുകയായിരുന്നു ഇമ്രാൻഖാന്റെ ലക്ഷ്യം. എന്നാൽ ഇത് ബാക്ക് ഫയർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആർമിയിലെ ഒരു വിഭാഗത്തിന് ഇത് തീർത്തും സ്വീകാര്യമായിരുന്നില്ല. ഏപ്രിൽ 9, 2022 ഈ സംഭവത്തെക്കുറിച്ച് US സെനറ്റിന് മുന്നിൽ ഡൊണാൾഡ് യു നിഷേധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം തൻ്റെ ഗവൺമെന്റ് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞതിന്, തൻ്റെ ഗവൺമെന്റിനെതിരെ മറ്റൊരു ഗവൺമെന്റ് ഗൂഢാലോചന നടത്തി എന്ന കാര്യം പറഞ്ഞു. ആ കാര്യങ്ങൾ പുറത്തു പറഞ്ഞു എന്നത് ഒരു ചാരവൃത്തിക്ക് തുല്യമായ കുറ്റമാക്കി കണ്ട് ഗവൺമെന്റ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കെതിരെ കോടതി കുറ്റം നികത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, തൻ്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ഒരു ഫോറിൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതിനാണ് പാക്
കോടതികൾ പാക് പട്ടാളത്തിൻ്റെ ചട്ടുകങ്ങൾ മാത്രമായതിനാൽ ഇതിലപ്പുറവും നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഇതുകൂടാതെ വേറെ കൊറപ്ഷൻ ചാർജസും കുക്ക്ഡപ്പ് ചാർജസും ഒരുപാടുള്ളതായിട്ട് കാണാം. തുടർന്ന് തടവിലാവുന്ന ഇമ്രാൻഖാൻ ഐസൊലേഷനിലായി. വ്യക്തമായി ഒരു ആൻറ്റി USA സ്റ്റാൻസ് ഇമ്രാൻഖാൻ എടുത്തതിനാൽ USA ആവശ്യപ്പെട്ട ഷെൽസ്, ആർട്ടില്ലറി ഷെൽസ്, ഡ്രോൺസ് മുതലായവ ഉക്രൈന് സപ്ലൈ ചെയ്യാൻ പാകിസ്ഥാൻ വിസമ്മതിച്ചിരുന്നു. എന്നാൽ ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ പാസ്സായി ഇമ്രാൻഖാൻ മാറിയ ശേഷം തുടർന്ന് വന്ന ഇലക്ഷനിൽ ഇമ്രാൻഖാന്റെ പാർട്ടിയെ ബാൻ ചെയ്തു. ആ ബാൻ ചെയ്യപ്പെട്ട ശേഷം വന്ന ഗവൺമെന്റ് വ്യക്തമായി ഒരു പ്രോ ഉക്രൈൻ സ്റ്റാൻസ് അല്ലെങ്കിൽ പ്രോ USA സ്റ്റാൻസ് എടുത്തുകൊണ്ട് ആർട്ടില്ലറി ഷെൽസ്, മറ്റു ഡ്രോൺസ് മുതലായവ കയറ്റി അയക്കാൻ തുടങ്ങുകയാണ്. ഇതുകൂടാതെ രണ്ടാമത് USA ആവശ്യപ്പെട്ട ഒരു കാര്യം CPEC പ്രൊജക്ട്സ് നിർത്തലാക്കണമെന്നുള്ളതാണ്. അത് ആർമി അനുസരിക്കുന്നതാണ്. വളരെ വേഗതയിൽ പുരോഗമിച്ചിരുന്ന CPEC പ്രൊജക്ട്സുകൾ എല്ലാം സ്റ്റാൾ ചെയ്യപ്പെടുകയാണ്. അതിന് കാരണമായി സുരക്ഷാ വീഴ്ചകളാണ് പറയുന്നത്, പവർ ഡിസ്റപ്ഷൻസ് ആണ് പറയുന്നതെങ്കിലും അമേരിക്കൻ കാര്യങ്ങളായിരുന്നു ഇതിന് പിന്നിൽ എന്നാണ് ഈ ലെറ്റർ പറയുന്നത്. നമ്മൾ ഈ പറയുന്നതിനെ ലെറ്റർ സ്കാം എന്നും സൈഫർ സ്കാം എന്നും ലെറ്റർ ഗേറ്റ് സ്കാം എന്നും സൈഫർ സ്കാം എന്നും അറിയപ്പെടുന്നു. പാകിസ്ഥാന്റെ പാർട്ടി, അതായത് ഇമ്രാൻഖാന്റെ പാർട്ടി നേതാക്കളെ തുടർന്ന് വന്ന ഇലക്ഷന് മുന്നേ തന്നെ ജയിലിലാക്കി കുറെ പേർ വധിക്കപ്പെട്ടു. സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നതിൽ വിലക്കപ്പെട്ടു. മാത്രമല്ല ഇറാനുമായി ഒരു അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ച ഇമ്രാൻഖാന്റെ എല്ലാ നയങ്ങളും പിന്തിരിക്കപ്പെട്ടു. ആ ഡിപ്ലോമാറ്റിക് ടോക്സിന് പോയിരുന്ന ആസിം മുനീർ വളരെ ഡിപ്ലോമാറ്റിക്കലി എംബാരസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയും തന്മൂലം ആ ഡിപ്ലോമാറ്റിക് മിഷൻ പരാജയപ്പെടുകയും ചെയ്യുന്നതായി കാണാം. അതിനുള്ള കാരണം ഒരുപക്ഷെ അമേരിക്കൻ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ആസിം മുനീർ എങ്ങനെയാണ് സ്വീകാര്യനായത് അമേരിക്കൻ പ്രസിഡന്റിന് എന്നതും കൂടി ഇത് ചേർത്ത് വായിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഇത്രയെല്ലാം പറഞ്ഞത് ഞാൻ വേറെ ഒന്നും സൂചിപ്പിക്കാനല്ല. വ്യക്തമായും ഒരു ഗവൺമെന്റിനെ ഡെമോക്രാറ്റിക് ആണ് എന്ന് ഞാൻ പറയുന്നില്ല, പാക് ഇലക്ഷൻ റിഗ്ഡ് ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്, എങ്കിലും ഒരു റൂളിംഗ് ഗവൺമെന്റിനെ പുറത്താക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഈ സൈഫർ ഇൻസിഡന്റ് അല്ലെങ്കിൽ ലെറ്റർ ഗേറ്റ് സ്കാമിലൂടെ പുറത്തു വന്നത്. ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തികൾ ഇങ്ങനെയായിരിക്കെ ഇവർക്ക് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളാണ് ഡെമോക്രാറ്റിക് ഇൻഡെക്സ്, പ്രസ് ഫ്രീഡം ഇൻഡെക്സ് മുതലായവ മറ്റു രാജ്യങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് ഡിസൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. എത്രമാത്രം വാല്യൂ അവർ അതിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൽ നിന്ന് ഈ ഇൻഡെക്സുകളുടെ വില നമ്മൾ മനസ്സിലാക്കണം. ഈ ഇൻഡെക്സുകളിൽ മുന്നിൽ വന്നില്ല എന്ന് കരുതി നമ്മൾ അന്യോന്യം വിമർശിക്കാനും നമ്മളെ തന്നെ താഴ്ത്തി കാണിക്കാനും ശ്രമിക്കുന്നത് ഒഴിവാക്കുക. സ്വന്തം കാര്യം നോക്കുന്നതിനുള്ള ഒരു ഉപാധി മാത്രമാണ് ഫോറിൻ പോളിസി എന്ന പൊതുവായ തത്വം ചൈനയിൽ നിന്നും അമേരിക്കയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നത് ലോകത്തിലെ എല്ലാവരും വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒന്നാണെന്നും ഒരു രാജ്യം മാത്രം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ തങ്ങൾ പിന്തള്ളപ്പെട്ടു പോവുകയേ ഉള്ളൂ എന്നും ഇന്ത്യ മനസ്സിലാക്കുന്ന അന്ന് ഇന്ത്യയുടെ പുരോഗതിയും ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.